നല്ല തനി നാടൻ കറി കണ്ടു നോക്കിയാലോ. അപ്പോൾ വിച്ചസ് കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി നല്ല ഹൽവ പീസ് പോലുള്ള കേര കഷ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ നമുക്ക് കേര കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് നല്ല അടിപൊളി മുളകിൽ വെച്ച കേരക്കറി ഉണ്ടാക്കി നോക്കിയാലോ. വയോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് കഴുകി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ജിഞ്ചർ, ഗാർലിക് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളത് ഓയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് മുരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളകും കുറച്ച് മഞ്ഞളും കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ഒക്കെ നമ്മൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം കാശ്മീരി മുളക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട്, കുറച്ച് തിക്ക് ഗ്രേവി പോലെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം കാശ്മീരി മുളക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പോലെങ്കിലും ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് പുളിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ചാറൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കേര മുഴുവൻ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുവിധം അത് തിളച്ച് വന്നു. അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളി കേരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് സംഭവം. നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് അച്ചിങ്ങയും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.